ഞാൻ നാട്ടിലെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത സംഭവത്തിൽ, ഒരു മോള് 2 ദിവസം മുന്നേ സൂയിസൈഡ് ചെയ്ത സംഭവത്തിൽ വീഡിയോസ്, ന്യൂസ്, റിയാക്ഷൻ വീഡിയോസ്, പാരൻസിൻ്റെ കോൺവെർസേഷൻസ് എല്ലാം കാണുന്ന ആ വീഡിയോസിൻ്റെ താഴെ ഉള്ള കമൻസ് മൊത്തം CBSE സ്കൂൾ മാറ്റ്, എന്തിനാ CBSE പഠിപ്പിക്കുന്നത്? പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ CBSE ചേർത്താൽ ഇങ്ങനെ ഇരിക്കും. സാധാ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചൂടെ? അവിടെ കുട്ടികൾ നല്ല എന്താ പറയുക, നല്ല അന്തരീക്ഷത്തിൽ പഠിച്ച് വളർന്നോളും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട്. അതായത് ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒരു ടീച്ചറൊന്നും പറയൂല, അങ്ങനത്തെ കുറേ ആൾക്കാർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഈ വക മെൻ്റൽ സ്ട്രെസ്, മെൻ്റൽ പ്രഷർ, ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഈ കുത്തുവാക്കുകൾ, അവരെ വൃത്തികെട്ട സംസാരങ്ങൾ, ഇതെല്ലാം CBSE സ്കൂളിൽ മാത്രമേ ഉള്ളൂ? സാധാ സ്കൂളിലില്ലേ? ഗവൺമെൻറ് സ്കൂളിലില്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല? ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ആയിരിക്കും ഗവൺമെൻറ് സ്കൂളിൽ 100% നല്ല അന്തരീക്ഷത്തിലാണോ നിങ്ങൾ പഠിച്ച് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയത് പഠിച്ചു കഴിഞ്ഞിട്ട്? അതൊക്കെ മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാൻ 2 സ്കൂളിൽ പഠിച്ച 2 സ്കൂളിലും ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ട്. മാഷന്മാരാവട്ടെ, ടീച്ചർമാരാവട്ടെ, കന്യാസ്ത്രീമാരാവട്ടെ, ആരും അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല കന്യാസ്ത്രീമാരാണ് സാധനങ്ങൾ, ബാക്കിയുള്ള ടീച്ചേഴ്സ് നല്ലതായിരുന്നു, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ പാവങ്ങളായിരുന്നു, ബാക്കിയുള്ള ടീച്ചേഴ്സ് ഭയങ്കര സാധനങ്ങളായിരുന്നു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും കണക്കാം. ഒന്നോ രണ്ടോ മാഷന്മാരും ടീച്ചർമാരും നല്ലതുണ്ടാവും, ഒന്നോ രണ്ടോ ഒരു സ്കൂളിൽ. ബാക്കി എല്ലാവരും ഇതേപോലെ, ഞാൻ ഇന്ന് ആരെ തപ്പിപ്പിടിച്ചിട്ട്, ഞാൻ ഇന്ന് ആരെ ഇരയാക്കും, ഞാൻ ഇന്ന് ആരെ മെൻ്റലി തളർത്തും, ഒരു കുട്ടീനെ എങ്ങനെ മെൻ്റലി തളർത്താൻ പറ്റുമോ അങ്ങനെയും തളർത്തുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്. അതിപ്പോൾ മെയിൽ ടീച്ചർ ആയിക്കോട്ടെ, ഫീമെയിൽ ടീച്ചർ ആയിക്കോട്ടെ, എങ്ങനെയാലും ഇപ്പം ഈ സ്കൂളിലെ സംഭവങ്ങൾ ഉണ്ടായ പോലെ മാർക്ക് കുറഞ്ഞതിന് ക്ലാസ് മാറ്റിയിരുത്താം. അത് മാത്രമല്ല, എല്ലാണ്ട് തൊട്ടേനും പിടിച്ചേനും കുട്ടികളെ വഴക്ക് പറയാ, മെൻ്റലി തളർത്താം, പല പല വൃത്തികേടുകൾ പറയാം. ആൺകുട്ടികളോട് സംസാരിച്ചാൽ പോക്ക് കേസ്, പോക്ക്, ഇങ്ങനത്തെ എല്ലാം വാക്കുകൾ യൂസ് ചെയ്യാം. എൻ്റെ സ്കൂളുണ്ടായി ഇങ്ങനത്തെ മാഷന്മാർ, ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഇമ്പോസിഷൻ പോലെ എഴുതിപ്പിക്കുക. ഞാൻ ആൺകുട്ടിയോട് സംസാരിക്കില്ല, ഞാൻ ആൺകുട്ടിയോട് സംസാരിക്കില്ല എന്ന് നോട്ട് എഴുതി കൊടുക്കുക, ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടുകാരെ പറയാം. എന്നാൽ വീട്ടുകാരാണെങ്കിലോ ടീച്ചേഴ്സിന്റെ മുമ്പിൽ നല്ല ആളായിട്ട് നിൽക്കാൻ കുട്ടികളെ പറയാം. അപ്പം ഞാൻ പറയുന്നത് എല്ലാ സ്കൂളിലും ഉണ്ടാവും ഇങ്ങനത്തെ ടീച്ചേഴ്സ്, എല്ലാ സ്കൂളിലും ഉണ്ടാവും. കന്യാസ്ത്രീമാരാവട്ടെ, ആരാവട്ടെ, കുട്ടികളെ മെന്റലി തളർത്തുന്ന ടൈപ്പ് സംസാരിക്കുന്ന ആൾക്കാർ എല്ലാ സ്കൂളിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മളുണ്ടാവും, നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും. ആരും പേടിക്കണ്ട, ആരും വെറുതെ, ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കുന്നതാ, നിങ്ങൾ ആരും വെറുതെ പേടിക്കണ്ട. എന്തിനു വെറുതെ പേടിക്കുന്നത്? മാസം ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ളൊരു ജോലി ഇവർക്ക് ടീച്ചിങ്. അല്ലാണ്ട് വിദ്യ പറഞ്ഞു തരുന്ന ആൾക്കാർ അങ്ങനെ ഇങ്ങനെയാണ് ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു സ്കൂളുണ്ടാവും. അല്ലാണ്ട് എല്ലാവരും നമുക്ക് വിദ്യ പറഞ്ഞു തരുന്ന ആൾക്കാർ നമ്മൾ ഓവർ റെസ്പെക്ട് ചെയ്യണം. എല്ലാ മനുഷ്യന്മാരും റെസ്പെക്ട് ചെയ്യുന്ന പോലെ എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. എല്ലാ മനുഷ്യന്മാരും റെസ്പെക്ട് ചെയ്യുന്ന പോലെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാം. ഇനി അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് റെസ്പെക്ട് ഇല്ലാത്ത ടൈപ്പ് എന്തെങ്കിലും സംസാരം ഉണ്ടാവോ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാവോ ചെയ്താൽ അപ്പം റിയാക്ട് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം തിരിച്ച് പറയാൻ ഞാൻ എൻ്റെ മോനോട് പറയലുണ്ട്, വെറുതെ ആരും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ടീച്ചർ വഴക്ക് പറയുന്നു, മോൻ പറയാൻ ഞാൻ എന്തിനാ വഴക്ക് പറയുന്നത്? വഴക്ക് പറഞ്ഞ് ഉമ്മാനോട് പറയാം, ഉമ്മ പോയി ചോദിക്കാം. അതായത് നമ്മൾ അവരെ കൂടെ ഉണ്ടാവും, ആരെന്ത് പറഞ്ഞാലും നമ്മൾ അവരെ കൂടെ ഉണ്ടാവുന്ന അവർക്കൊരു ഉറപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം. അല്ലാണ്ട് ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിലും ബാക്കിയുള്ള പാരൻസിന്റെ മുമ്പിൽ, ടീച്ചേഴ്സിന്റെ മുമ്പിൽ നല്ല ആളായിട്ട് സ്കൂളിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പാരന്റ് ആവാണ്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരു പാരന്റ് ആയിട്ട് വേണം നമ്മൾ നിൽക്കാൻ. അവരുടെ അടുത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ഉമ്മ ഉണ്ടാവല്ലോ, ഉപ്പ ഉണ്ടാവല്ലോ, അത് വിചാരിക്കണം. അവർ സ്കൂളിൽ നിന്ന് എന്ത് മെന്റൽ പ്രഷർ, എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും. കാരണം ഈ ടീച്ചേഴ്സ് ആരെ തലയിൽ ഇന്ന് ഞാൻ കയറണം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ടീച്ചേഴ്സിന് അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ആരും വെറുതെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് റെസ്പെക്ട് ചെയ്യാം. അല്ലാണ്ട് എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കേണ്ട? ഒരു ആവശ്യമില്ല. നമ്മൾ ആരും വെറുതെ നമ്മൾ പേടിക്കേണ്ട. നമ്മൾ കുട്ടികളോട് നമ്മൾ പറയരുത്, അത് ടീച്ചറാണ്, ടീച്ചറോടൊന്നും പറയാൻ പാടില്ല. ഇപ്പം ഞാൻ ടീച്ചറോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ച ടീച്ചർ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ഞാൻ തൻ്റെ ഇടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ അവർ പറയും. കുഴപ്പമില്ല. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഈ സ്കൂൾ കാലം മാത്രമല്ല നമ്മളെ ലൈഫ്. നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, വേറെ ജോലിക്ക് പോകും, പല ആൾക്കാരെ കാണും, പല സ്ഥലത്ത് ജോലി ചെയ്യും. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ പിച്ചി മന്തി എന്ന് പറഞ്ഞ പോലെ വരുന്ന കാര്യങ്ങൾ കുട്ടികളുടെ അടുത്താവട്ടെ, ടീച്ചേഴ്സിൻ്റെ അടുത്താവട്ടെ, അതിനെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യേണ്ട അടുത്ത് റിയാക്ട് ചെയ്യുക വേണം. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്, ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങൾ ആരും പഠിച്ച സ്കൂളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലേ? അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനെ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന മാഷന്മാരും ടീച്ചർമാരും, അല്ലെങ്കിൽ മെന്റലി തളർത്തുന്ന മാഷന്മാർ ടീച്ചർമാരെ, അത് ഞാൻ സ്കൂളിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് അതിൽ ഓരോ കുട്ടികൾ, ഓരോ ആൾക്കാർ അവർക്കുണ്ടായ എക്സ്പീരിയൻസ്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നുണ്ടായ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു എന്താ പറയുക, കൈൻ്റെ വലിപ്പം, കളർ ഡ്രസ് ഇട്ട് കൈൻ്റെ വലിപ്പം കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ പാവാടൻ്റെ വലിപ്പം കുറഞ്ഞു പോയാൽ അത്രയും വൃത്തികെട്ട രീതിയിൽ നമ്മളെ കമൻസ് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ഇപ്പം എന്താ പറയുക, എൻ്റെ മോൻ ദുബായിൽ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ദുബായിലെ കൂട്ടത്തിൽ നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്, പൊതുവേ നല്ല മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്ന സ്കൂൾ. ആ സ്കൂളിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ, ഈ പ്രായത്തിന് ഒരു കാര്യമുണ്ട്. നല്ല പ്രായമുള്ള ടീച്ചറാണ് എൻ്റെ മോനൊരു ഹിന്ദി ടീച്ചറെ കയ്യിലാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മോനിക്ക് ഹിന്ദി ഇഷ്ടമല്ല, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ പഠിപ്പിക്കാൻ. അതിനുശേഷം അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടേനും പിടിച്ചേനും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയലുണ്ട്, എൻ്റെ കുട്ടിയുടെ മെന്റൽ ഹെൽത്താണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. നാളെ കുട്ടി ഇഷ്ടമില്ലാണ്ട് സ്കൂളിൽ വരാൻ പാടില്ല, ഇഷ്ടത്തോടെ വേണം സ്കൂളിൽ വരാൻ. പഠിച്ചോ പഠിച്ചില്ലോ എനിക്ക് കാര്യമില്ല, പക്ഷേ എൻ്റെ കുട്ടി ഹാപ്പി ആയിരിക്കണം, എപ്പോഴും മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. അത് മാത്രമാണ് എനിക്ക് കാര്യം. പഠിച്ചില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളാം, കുഴപ്പമില്ല. എൻ്റെ കുട്ടി പഠിച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടിക്കും എനിക്കും വലിയ പ്രശ്നം. അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും, ഇനിയിപ്പോൾ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അത് അവരുടെ ആ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കുഴപ്പമാണ്. കുട്ടിക്ക് തലയിൽ കയറുന്നില്ല എന്ന് വെച്ചാൽ അത് വഴക്ക് പറഞ്ഞിട്ടോ വിറ്റിട്ടോ മാന്തിട്ടോ തലയിലൊരു ഇത് കൊടുത്തിട്ടോ അങ്ങനല്ല. എൻ്റെ മോനെ നോട്ട് എടുക്കാൻ മറന്നുപോയാണ് തലയിലൊരു തട്ട് കൊടുത്തത് ടീച്ചർ. ഞാൻ പിറ്റേ തന്നെ, ഞാൻ മോനെ വന്ന് കരഞ്ഞ് ആ ടൈം തന്നെ ടീച്ചറെ വിളിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ടീച്ചർ എന്നെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യണം. നമ്മൾ കുട്ടിക്ക് ഒരു വിശ്വാസം വരണം. ആ ടീച്ചർ അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ, ഉപ്പ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ, ആ വിശ്വാസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. പറഞ്ഞു വരുന്നത്,
നമ്മൾ ഗവൺമെന്റ് സ്കൂളല്ല, CBSE സ്കൂളല്ല, ഏത് സ്കൂളാവട്ടെ, എല്ലാ സ്കൂളിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികളടുത്ത് തീർക്കുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികളെ ഒരു വെറുപ്പോടെ മാത്രം കാണുന്നത്. ഇപ്പം എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ കാലിന് എന്തോ അസുഖമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ മുമ്പിൽ പോകുമ്പോൾ ആട്ടും, കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്നാൽ തന്നെ ഇങ്ങനെ ആട്ടും. അങ്ങനത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ടീച്ചറെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ എനിക്ക് ആട്ട ഓർമ്മ വരാൻ. എന്തിനാണ് ഇങ്ങനെ ആട്ടുന്നത്? എന്നാലും നമുക്ക് പിന്നെ നമുക്ക് പറയാനുള്ളത്, നാട്ടിൽ വെറും ഒരു സ്കൂൾ മാത്രമല്ല ഉള്ളത്. നാട്ടിൽ ഇഷ്ടംപോലെ സ്കൂളുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ കുറേ എക്സ്പീരിയൻസ്, ഇതുപോലെ ബാഡ് എക്സ്പീരിയൻസ് കുറേ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ സ്കൂൾ മാറ്റ്. അതായത് കുട്ടിയുടെ അങ്ങേ അറ്റം കാണുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നാട്ടിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നാട്ടിലാവട്ടെ എവിടെയാവട്ടെ, പൊതുവേ ഞാൻ പറയാം, ഈ ലോകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കുട്ടികളെ ചേർത്താൻ പറ്റിയ. ഒരു സ്കൂൾ മാത്രം ഇന്നൊരു സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ കുട്ടികൾ പഠിക്കൂ, നല്ല ജോലി കിട്ടൂ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് വെറും പൊട്ടത്തരാം. നമ്മുടെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം. നമുക്കൊന്നും പണ്ടത് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെന്റൽ ഹെൽത്തിനാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ടീച്ചറിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അത് നമ്മൾ റിയാക്ട് ചെയ്യാണ്ട്, മിക്ക പാരൻസിനുള്ളൊരു പേടിയാണ്, അത് കുട്ടികളുടെ ദേഷ്യം തീർത്താലോ, അങ്ങനത്തെ ഒരു പേടി. ദേഷ്യം തീർത്താലും അടുത്ത ദിവസം കുട്ടി വന്ന് പറയും, അപ്പോൾ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് ക്ലാസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, നമുക്കത് റിയാക്ട് ചെയ്യാൻ കഴിയും, അവരെ ജോലി വരെ തെറിപ്പിക്കാൻ പറ്റും. ജോലി ഉണ്ടായാലും മനസ്സിലാവുമല്ലോ അവസ്ഥ. പറ്റും എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ പിന്നെ അവരൊന്നും മിണ്ടൂല. അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാണ്ട് ഒന്നും പറയാണ്ട് നിന്ന് കുട്ടികൾ വീട്ടിൽ വന്നിട്ട് സാരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ തന്നെ പറയുമ്പോൾ എന്താ, കുട്ടികൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെടും. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സാരിയില്ല എന്നല്ലേ പറയൂ. പിന്നെ അവരൊന്നും പറയാണ്ട് പറയേണ്ടി ആവും നമ്മളടുത്ത്.